ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് വ്ളോഗ്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു അതായത് ഒരു നോളജ് വരുത്താൻ ഉള്ള ഒരു വ്ളോഗാണ്. സോ ബേസിക്കലി ഞാൻ മോനും മോക്ക് ടമി ടൈം ചെയ്യുമായിരുന്നു. അതായത് തറയിൽ കിടത്തി ഇങ്ങനെ തല പൊക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അത് ചെയ്യാനുള്ളതാണെന്ന് വെച്ചാൽ കൊച്ചിന് ഇവിടുത്തെ കാനഡയിലൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും തന്നെ തുടങ്ങുന്നത്. ചില പേര് 2-3 ദിവസം ആകുമ്പോൾ തന്നെ തുടങ്ങും. അപ്പോൾ അവിടെ തല പൊക്കി വെക്കാനുള്ള ഇത് ഡെയിലി ഒരു 1-2 മിനിറ്റ് മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ 5 മിനിറ്റ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ വീട്ടിൽ കൊച്ചിൻ്റെ പാമ്പറൊക്കെ മാറ്റി ഇരുന്ന സമയത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു കോമ്പറ്റീഷൻ പോലെ മോക്ക് അവൾ തറയിൽ കിടക്കുന്ന സമയത്ത് നമ്മളൊരു കോമ്പറ്റീഷൻ പോലെ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇപ്പോൾ ഒന്ന് ഇടാം. നമ്മൾ ഒരു കോമ്പറ്റീഷൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ, ലിയാൻ, ഈ കുട്ടി, നീലാക്കുട്ടി, നമ്മൾ 3 പേരും ടമ്മി ടൈം ചെയ്യാൻ പോവാണ്. ആരാണ് ഏറ്റവും കൂടുതൽ നേരം തല പൊക്കി വെക്കുന്നവരാണ് വിന്നർ. ഈ പുള്ളിക്കാരത്തി ഓൾറെഡി കംപ്ലൈന്റ് ചെയ്യുക കേട്ടോ. ഐ വിൽ വിൻ. ഔട്ടായോ പുള്ളിക്കാരത്തി? ഇനി സെക്കൻഡ് പ്രൈസ് ആർക്കാ നോക്കാം. പുള്ളിക്കാരത്തി ഗിവ് അപ്പ് ചെയ്തു. സെക്കൻഡ് ഞാൻ. സോ വിന്നർ, നമ്മുടെ വിന്നർ ലിയൻ ആണ്. ലിയൻ ഇസ് ദ വിന്നർ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കുറേ പേര് അയ്യോ സംസാരിക്കാൻ പറ്റാത്ത കൊച്ചിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുക, അവൾക്കൊന്നും അറിഞ്ഞുകൂടാ, തള്ളയ്ക്കൊന്നും അറിഞ്ഞുകൂടാ എന്നൊക്കെ പറയണേ. ഞാൻ ഒറ്റയ്ക്ക് 21 വയസ്സിൽ എൻ്റെ മോനെ ഒറ്റയ്ക്ക് 5 വയസ്സ് വരെ ഞാൻ വളർത്തിയതാണ്. ഒന്നുമില്ലെങ്കിൽ ഞാൻ അതുമാത്രമല്ല, ഞാൻ ഡേ കെയറിൽ കൂടെ വർക്ക് ചെയ്തതാണ്. കാരണം ഞാൻ ഡെബി എന്ന് പറയുന്ന പുള്ളിക്കാരത്തെ പരിചയപ്പെട്ട ഡേ കെയറിനാണ്. അപ്പോൾ മോനെ 10 ദിവസം തൊട്ടേ അവർ നോക്കുന്നതാണ്. അപ്പോൾ ഡേ കെയറിൽ പോവും. പിന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഉണ്ട്, ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ട്. എന്തെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം പെട്ടെന്ന് കുട്ടികളെ കുറിച്ച് അറിയണമെങ്കിൽ പോലും 811 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചാൽ പോലും അവർ ചോദിച്ചാൽ അവർ പറയും ഇങ്ങനെ ചെയ്യാവോ, കുട്ടികൾക്ക് ചെയ്തുകൂടെ, അങ്ങനെ എല്ലാം പറയാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ളതാണ് ഇവിടെ. അങ്ങനെ എൻ്റെ മോൻ എല്ലാം ഈ മൈൽ സ്റ്റോൺ എന്നാണ് പറയുന്നത്. ഓരോ കൊച്ചുങ്ങളുടെ ഓരോ ഇതും മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ടമ്മി ടൈം ഇവർക്ക് ഒരാഴ്ച ആയി തുടങ്ങിയപ്പോൾ നമ്മളൊരു 1 മിനിറ്റ് 30 സെക്കൻഡ് 1 മിനിറ്റ് ഒക്കെ വെച്ച് തുടങ്ങി. കഴിഞ്ഞ ദിവസം ഇവൾ കമന്നു സ്വന്തമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ മൈൽ സ്റ്റോൺ മീറ്റ് ചെയ്യുന്നത്. എല്ലാ പിള്ളേരും ഒരേപോലെ അല്ല. നാട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയാം. 3 മാസം ആവാത്ത കൊച്ചിനെ കമത്തി കിടത്തുന്നു, അതൊക്കെ ശരിയാണോ, നീക്കൊരു തള്ളയാണോ, ഇതൊക്കെ എന്തോ മണ്ടത്തരം വിളിച്ച് പറയുന്നത്. ഗൂഗിൾ എടുത്ത് നോക്കാം, ഗൂഗിളിൽ തന്നെ പറയത്തില്ലേ ടമ്മി ടൈം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര നാൾ തൊട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് വരാണെങ്കിൽ ഇട്ട് തരാം. ഒരു ബോധമില്ലാതെ കുറേ പ്രായമുള്ള ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല, പ്രായം ഉള്ള ആൾക്കാർ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കമൻറ്റ് ചെയ്തൊക്കെ എല്ലാവരും എൻ്റെ പ്രായമൊക്കെ ഉള്ളവരാ. അപ്പോൾ അവർക്ക് യൂട്യൂബ് കയറി നോക്കാനുള്ളതേ ഉള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ കമൻറ്റൊക്കെ വരുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ഏറ്റവും കൂടുതൽ എനിക്ക് പ്രാന്തായെന്ന് വെച്ചാൽ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ കൊച്ചിന് ഇങ്ങനെ ടമ്മി ടൈം ചെയ്യുന്നത് ആൾക്കാർക്ക് അറിയേണ്ടത് ഞാൻ എന്തിനാ ഇത്ര കുട്ടി നിക്കറിട്ടേക്കണെന്ന്. ഇതും ഈ വീഡിയോ ആയിട്ട് എന്താ ബന്ധം? ഞാൻ കൊച്ചുങ്ങൾക്ക് ചാലഞ്ച് ചെയ്യുന്ന എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നിട്ട് ഇതേ നിക്കറിട്ട് ഞാനൊരു ഫോട്ടോ ഇടാം. അതേ നിക്കറിട്ട് ഞാൻ ജിമ്മിൽ പോയ സമയത്ത് ഞാൻ ഫോട്ടോ ഇട്ടപ്പോൾ അത് വൈറലായ ഒരു വീഡിയോയാണ്. അപ്പോൾ ആ വീഡിയോന് എല്ലാവരും ഓ വാ എന്നൊക്കെ പറയാന്ന്. ഒരു കൊച്ചു കൂടെ ഇരിക്കണമെന്ന് പെട്ടെന്ന് ആ നിക്കറ് തുട കാണിക്കുന്ന വീഡിയോ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് സ്ക്രോൾ ചെയ്ത് വിടുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിലിപ്പോൾ എത്രയോ ഇവിടെ നിങ്ങൾ അപ്പോൾ കാനഡയിലൊക്കെ നിങ്ങൾ ഒന്ന് സെറ്റിലായാൽ എന്ത് ചെയ്യും? ഇവിടെ എല്ലാവരും നിക്കറിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ചൂടായതിന് ബിക്കിനി ഇട്ടുകൊണ്ട് ആൾക്കാർ റോഡ് വരെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് സ്ക്രോൾ ചെയ്ത് വിടുക. പക്ഷേ എനിക്ക് അതല്ല പറയേണ്ടത്. മെയിൻലി എനിക്ക് ഈ ടമ്മി ടൈമിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പോൾ ബേസിക്കലി ഒന്നും അറിഞ്ഞുകൂടാത്ത കുറേ പേര് ഡോക്ടറായിട്ട് എല്ലാം എന്നോട് ഒന്നും അറിഞ്ഞുകൂടാ, ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചേക്കുന്നു. ഇച്ചിരിയെങ്കിലും അറിവുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ശരിക്കും ഡോക്ടറായിട്ടുള്ള ആരോടെങ്കിലും ചോദിക്കുമായിരുന്നു ഇങ്ങനെ ടമ്മി ടൈം ചെയ്യുന്നത് ശരിയാണോ. അല്ലാതെ ഒന്നും അറിഞ്ഞുകൂടാത്ത കുറേ പേര് വന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ
ഓ അത് ശരിയാണ്, 3 മാസമായില്ല, ആ കൊച്ചു പൊടി കുഞ്ഞിനെ നമ്മൾ ഉപദ്രവിക്കുക, വ്യൂസിന് വേണ്ടി ചെയ്യുക. നമ്മളൊരു വീഡിയോ എടുത്ത് വെച്ച് ഇപ്പം ഇന്നിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ ഇട്ടില്ലായെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കാണുമായിരുന്നോ? ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ഇട്ടതാ. അതേപോലെ ഇടുമ്പോഴത്തേക്കും ഇപ്പോൾ കൊച്ചിന് അതിൻ്റെ കഴുത്തിന് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തിനാണ് ചെയ്യുന്നത്. അല്ലാതെ കൊച്ചുങ്ങൾ നമ്മളെ ജീവിതകാലം മൊത്തം എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ? എൻ്റെ മോൻ ഡേ കെയറിൽ പോയാണ് വളർന്നത്. കാരണം ജീവിത സാഹചര്യങ്ങൾ കാരണം ഞാൻ 10 ദിവസം ഡെലിവറി കഴിഞ്ഞിട്ട് ജോലിക്ക് പോയി. അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്കൊരു ജോലി കാണിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ജോലി കാണിച്ചില്ലെങ്കിൽ വരാൻ പറ്റില്ല. അപ്പോൾ ജീവിത സാഹചര്യങ്ങൾ കാരണം ഞാൻ ജോലിക്ക് വരെ 10 ദിവസം കഴിഞ്ഞിട്ട് പോയി. അപ്പോൾ എൻ്റെ മോൻ ഡേ കെയറിൽ ഓരോ പിള്ളേരും കണ്ടാണ് വളരുന്നത്. അവൻ 6 മാസമായപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഇടാം. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടല്ലോ. അപ്പോൾ 6 മാസം ആയപ്പോഴത്തേക്കും അവൻ ബാക്കി പിള്ളേർ ഇങ്ങനെ ഓരോന്ന് കളിക്കുന്ന കണ്ടപ്പോൾ അവിടെ ആ വോക്കർ ഇരിക്കുന്നത് കണ്ടായിരുന്നു. 6 മാസമായപ്പോൾ അവൻ അതിൽ എഴഞ്ഞു പോയി, അതിൽ പിടിച്ചിങ്ങനെ കയറി. ഞാൻ നോക്കുക, ഞാൻ ഓക്കെ, ഞാൻ വിചാരിച്ചു ഓക്കെ അവൻ എന്ത് ചെയ്യും എന്ന് നോക്കട്ടെ. നോക്കിയപ്പോഴത്തേക്കും അവൻ അത് പിടിച്ച് നടക്കാൻ തുടങ്ങി. കാരണം അവൻ വേറെ പിള്ളേർ ചെയ്യുന്ന കാണുന്നു, 1 വയസ്സുള്ള കുട്ടി ചെയ്യുന്ന കാണുന്നുണ്ട്. ഡേക്കയിൽ ഇഷ്ടംപോലെ 1 വയസ്സ് തൊട്ട് 6 വയസ്സുള്ള പിള്ളേർ വരെ ആ ഡേക്കയിലുണ്ടായിരുന്നു. അപ്പോൾ ആ പിള്ളേർ ചെയ്യുന്ന കണ്ടിട്ട് അവൻ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അവൻ ചെയ്തു. അപ്പോൾ അവൻ എല്ലാ മൈൽ സ്റ്റോണും നേരത്തെ കൂട്ടി മീറ്റ് ചെയ്തു. പിള്ളേർ 3 മാസം വരെ കഴുത്ത് പൊക്കാതെ അവർ കിടത്തണമെന്ന് പറഞ്ഞ് ഒരു നിയമവും ഇല്ല. അങ്ങനെ ഓരോ പാരൻസും അവരുടേതായ രീതിയിലാണ് ഓരോ പിള്ളേരെയും വളർത്തുന്നത്. അപ്പോൾ ഞാൻ ഒരു മോനെ അവൻ എല്ലാ അച്ചീവ്മെൻറ്റും നേരത്തെ കുട്ടിയെ ചെയ്തത്. അവനൊരു ഐ തിങ്ക് 10 മാസമായപ്പോൾ അവൻ പതുക്കെ നടന്നു തുടങ്ങി. അവൻ ഈ വാക്കറും പിടിച്ച് ഇത് ചെയ്ത് അവനെ ഒരു നിർബന്ധിപ്പിച്ചതും അല്ല. നമ്മൾ പിടിച്ച് കമത്തിയത് പോലും അല്ല. അവളെ നമ്മൾ ടമ്മി ടൈം കൊടുക്കും. ഒന്ന് ഗ്യാസ് കയറുന്ന ഗ്യാസ് സ്വന്തമായിട്ട് റിലീസാവും. നമ്മൾ എത്രയെന്ന് പറഞ്ഞ് മസാജ് ചെയ്യും. അപ്പോൾ അതിന് ഒന്ന് ഗ്യാസ് പോകാൻ വേണ്ടി കിടത്തുമ്പോഴത്തേക്ക് അവരുടേതായ സ്വന്തം റീഫ്ലെക്സ് കൊണ്ട് അത് വെളി വരും. 2 അവരുടെ കഴുത്ത് പൊക്കി വെക്കാനുള്ള ഓരോ ഇതാണ്. പിള്ളേരെന്തായാലും ജനിക്കുമ്പോഴത്തേക്കും തല പൊക്കാൻ അറിയത്തില്ലല്ലോ. 2 അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊച്ചുങ്ങളെ ടമ്മി ടൈം കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടാതെ കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ കൊച്ചിനെ ടോർച്ചർ ചെയ്യുക. എൻ്റെ കൊച്ചിനെ എനിക്ക് നോക്കാൻ അറിഞ്ഞൂടെ? അല്ലാതെ ആരും പറഞ്ഞ് ഇത്രയും നാൾ ആരുടെയും സഹായം ഇല്ലാതെ ഒരു മോനെ നോക്കി എനിക്ക് 2ാം കൊച്ചിനെ നോക്കാൻ അറിയാതിരിക്കും? എനിക്ക് മനസ്സിലാവാത്ത എൻ്റെ അതായത് ആരും ചോദിക്കുന്ന പോലും ഇല്ല. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇതിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, ഡോക്ടറിനോട് ചോദിച്ചിട്ടുണ്ടോ, അങ്ങനെ ചെയ്യാമോ? ചോദിക്കുന്നൊന്നുമില്ല, എല്ലാവരും അങ്ങ് ഊഹിക്കുക ഇതാണ് കാര്യം അതാണ് കാര്യം. ഇതിൽ ഏറ്റവും കൂടുതൽ യൂഷ്വലി ഞാനിങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് കമൻറ്റ് സെക്ഷൻ വരുമ്പോൾ ഞാൻ ഡിലീറ്റ് എല്ലാം ചെയ്യും. എനിക്ക് ആകെ ദേഷ്യം വന്നത് എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ എൻ്റെ നിക്കറിൻ്റെ കാര്യം പറഞ്ഞതിന് പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഈ കുറേ കാമക്കടിയന്മാരും ഉണ്ട്, അവർക്കിങ്ങനെ അത് പോട്ടെ. ഒരു സ്ത്രീ അവർ വരെ പറയണേ പോയി നിക്കർ മാറ്റിയിട്ട് പാൻറ് എടു പെണ്ണും പിള്ളേന്. 40-45 വയസ്സൊക്കെ കാണത്തുള്ളൂ ആ ഫോട്ടോ കണ്ടിട്ട്. അപ്പം സാധാരണ സ്ത്രീകളല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്, അവർ പോലും ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കമൻറ്റ് സെക്ഷനിൽ ആണുങ്ങൾ എന്ത് പറഞ്ഞാൽ കാരണം നമ്മൾ ആ വീഡിയോയിൽ ആകെപ്പാടെ ഒരു 5 സെക്കൻഡ് മാത്രമേ ഞാൻ ഇങ്ങനെ എണീച്ച് കൊച്ചിനെ പിടിച്ച് നിൽക്കുന്നുള്ളൂ. അത് ഞാൻ എൻ്റെ തുട കാണിച്ച് തിരിഞ്ഞും പറഞ്ഞു എൻ്റെ ചന്തിയും കാണിച്ചല്ല നിൽക്കുന്നത്, കൊച്ചിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. കൊച്ചിനെ പാമ്പർ മാറ്റി അവൾ ഉണർന്ന് കിടക്കുന്ന സമയം മാത്രമേ നമ്മൾ ടമ്മി ടൈം ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സമയത്ത് ഞാൻ ചെയ്തപ്പോഴത്തേക്കും അവർക്കെല്ലാം തൊട എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഒരിത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട ഒരു വീഡിയോന് അത് ആയിരിക്കും ഞാൻ മിക്കവാറും ഇനി അടുത്ത കണ്ടന്റ് ചെയ്യുന്നത്. വീഡിയോന് ഉടുപ്പിച്ചിട്ട് ഇറങ്ങി കിടക്കുക. ഒന്നാമത് കൊച്ചിന് നെഞ്ചിന്ന് പാല് വരുന്ന ഇതാണ്, അതിന് കുറ്റം. ഇപ്പോൾ 2ാം നിക്കർ കുറ്റം. ഞാൻ ഈ പർദ്ദ ഇട്ടാൽ പോലും കുറ്റം പറയാൻ വേണ്ടി കുറേ പേര് വരും. ആണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞു വന്നത്, ലിയാനെ പോലും അവർ വെറുതെ വിട്ടില്ല. 5 വയസ്സുള്ള ഒരു ചെറുക്കനെ പോലും അവർ പറയുക കമൻറ്റ് സെക്ഷനിൽ, ഹലോ നീ വല്ലതും ഉടുപ്പെടുത്തിട്ടോ, അല്ലെങ്കിൽ നിന്റെ വല്ലതും കണ്ടെന്ന ആൾക്കാർ വല്ലതും പറയും. ആണുങ്ങളാണെങ്കിൽ ഉടുപ്പിട്ടില്ലെങ്കിലും മോശം കേട്ടോ, നീ ഇങ്ങനെ ഉടുപ്പില്ലാതെ നടക്കരുത് വീട്ടില്. അങ്ങനെ അടുത്തെന്ന് വെച്ചാൽ എൻ്റെ മോനെ കുറിച്ച് പറയുക. അവനെന്താ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ, അവനെന്താ ഇംഗ്ലീഷ് ജ്യൂസ് കുടിക്കാനാ,
നാണമില്ലാതെ ഒരു 5 വയസ്സുള്ള ഒരു കൊച്ചിനെ പോലും അവൻ വെറുതെ വിട്ടിട്ടില്ല. അവനെ കുറിച്ച് പോലും മോശമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നെ ഞാനും കയറി ആ കമന്റ് കണ്ടതിന് ശേഷമാണ് എനിക്ക് ഭ്രാന്തായത് കേട്ടോ. അപ്പൊ കയറി പറയുക നാട്ടിലുണ്ടായതല്ലേന്ന്. അതിനിപ്പോ ഞാൻ മലയാളത്തിലല്ലേ സംസാരിക്കുന്നത്. ഒരു ബോധം വിവരമില്ലാത്ത കുറെ പേരുണ്ട്. അപ്പൊ അതിനുശേഷമുള്ളതാണ് ഞാൻ പിന്നെ കയറി കമന്റ് ചെയ്തത്. അല്ലെങ്കിൽ യൂഷ്വലി ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ബട്ട് എനിവേസ് ഇതൊരു ലാക്ക് ഓഫ് നോളജ് ആണ്. നിങ്ങൾ ടമ്മി ടൈം എന്താണെന്ന് ഉള്ള റിസർച്ച് ചെയ്തതിന് ശേഷം ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോവുകയാണ് ഗൈസ്. ഇത് ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. സോ ഗോ റിസർച്ച് ബിഫോർ യു ടോക്ക് അബൌട്ട് സംതിങ് യു ഡോണ്ട് നോ. സോ എനിവേസ് ബൈ ഗൈസ്. ഹല്ലേലൂയാന്ന്. നീ ഉടുപ്പൊക്കെ ഇട്ടത് കാര്യമായി കേട്ടോ. അല്ലെങ്കിൽ നീ ഇപ്പൊ വൈറലായേനെ ഉടുപ്പില്ലാതെ. പാവം അവൾ ഉറങ്ങുക.